അവരുടെ അന്തസ്സിന് കോട്ടം വരുത്തിയതല്ലേ ഞാൻ അങ്ങോട്ട് ചെന്നാലും എന്നെ ആട്ടിയിറക്കിയുള്ളൂ. ഞാനിനി അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കൂടെ ഇവിടെ നിന്നോളാം. വേണ്ട, ഞാൻ ഇന്നലെ നിനക്ക് വാക്ക് തന്നത് നിനക്കൊന്നും നഷ്ടപ്പെടില്ല എന്നല്ലേ? നീ കണിമംഗലത്ത് പോണം. നിന്നെ അവര് സ്വീകരിക്കും. മോളെ, പ്രിയങ്ക പറഞ്ഞതിലും വാസ്തവല്ലേ? അവരുടെ നിലപാട് നമ്മൾ എന്തു പറഞ്ഞാ തിരുത്തുക? വെറുതെ പോയി നാണം കടന്നോ? അച്ഛൻ വരണ്ട. കണിമംഗലത്താരോട് ഞാൻ സംസാരിച്ചോളാം. കാല് പിടിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ അതും ചെയ്തോളാം. ഞാനിവിടെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം അച്ഛാ. അതൊന്നും വേണ്ട. ഇവിടെ എന്താ പോകാനും പറയാനും വേറെ ആളില്ലേ? അമ്മ പോകുമോ? കണിമംഗലത്തെ മരുമകളായിട്ട് തിരിച്ച് ഇവിടെ അവിടെ കേറ്റുന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ അമ്മേ? സാമാന്യം ബോധമുണ്ടെങ്കിൽ ഈ നേരത്തെങ്കിലും ഒന്ന് മിണ്ടായിരിക്കാൻ ശീലിക്കുക. അമ്മയ്ക്കോ എനിക്കോ യശോദയ്ക്കോ പറയാൻ പറ്റാത്തൊരു വാക്കാ ഇപ്പൊ രാധികമോള് പറഞ്ഞത്. മോളെ, അവരുടെ തീരുമാനത്തിന്റെ കാര്യത്തിൽ അച്ഛന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞ ധൈര്യത്തിൽ പോയി നോക്കാം. അവളുടെ ജീവിതമല്ലേ. മോളെ, ആളുകളുടെ ചർച്ചാ വിഷയമാകാൻ ഈ കാലത്ത് എളുപ്പമാണ്. അതേത് വഴിക്കും ആവാം. പക്ഷേ പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ലാതെ ചില ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കും. അതാണ് മഹത്വം. അങ്ങനെ ആവാൻ നോക്കണം നീ. അയ്യോ, ദേ ഗായിക ശ്യാമ മാഡം. അതെ, ഒന്ന് നിർത്തോ ചേച്ചി. അത് ശ്യാമ മാഡം തന്നെയാണോ? നിങ്ങൾ കണ്ടായിരുന്നോ? പിന്നെ ഞാൻ കൃത്യമായിട്ട് കണ്ടു. എങ്കിൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യോ. ഞങ്ങളെ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. വാ ചേച്ചി, എന്താ ഇത്? നമുക്ക് പോകണ്ടേ? എടി, എത്ര കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നറിയോ ശ്യാമ മാഡത്തെ ഒന്ന് കാണാൻ. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ഭഗവാന്റെ നടയിൽ വെച്ച് കാണാനായിരിക്കും യോഗം. ചേച്ചി വാ. ചേച്ചി, അവര് പോയിട്ടുണ്ടാവും. ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് കാണാനുള്ള മുഹൂർത്തം ആയിന്നാ തോന്നുന്നത്. മുഹൂർത്തം? പ്രിയേ, നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കുന്നല്ലേ. ഇതൊരു ചെറിയ ആഗ്രഹല്ലേടി, ഒന്ന് സാധിച്ചു തന്നൂടെ പ്ലീസ്? ശരി.
രാധിക അത്തം നക്ഷത്രം. ചേച്ചി ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ അവര് പോയിട്ടുണ്ടാവുന്നു. ഇല്ല, എന്റെ മനസ്സ് പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അതെനിക്ക് ഉറപ്പാ. ഈശ്വര, ശ്യാമയോട് ഞാനിത് എങ്ങനെ പറയും? രാധിക എന്നെ കണ്ടാലും പ്രശ്നമാണല്ലോ. നിങ്ങൾ നടക്കുന്നേ ഇത് കണ്ടോ? എന്റെ ഡ്രസ്സിൽ മുഴുവൻ പായസമായി. കണ്ണു തുറന്നു വെച്ച് നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. ഞാനല്ല, നിങ്ങളാ കണ്ണു തുറന്ന് നടക്കണ്ടേ. ഇത്രയും പ്രായമായല്ലോ, ഒരു ബോധവും ഇല്ലേ? പ്രിയേ, പായസം എന്റെ ദേഹത്താക്കി. മാനത്ത് നോക്കിയാണ് നടക്കുന്നേ. എന്തിനാ അതെന്തിനാ പോട്ടേന്ന് വെക്കുന്നേ? ദേഹത്ത് പായസം വീഴ്ത്തിയതും പോരാ, എന്നിട്ട് അവരുടെ അഹങ്കാരം കണ്ടില്ലേ? കൊച്ചേ, ഇവള് പറയുന്നൊന്നും കേക്കണ്ട. പറന്നു വരുന്ന മാതിരിയാ ഇവള് വന്നത്. ഞാൻ വീഴാതിരുന്നത് എന്റെ ഭാഗ്യം. ഇവരുടെ വർത്താനം ചേച്ചി കേട്ടോ? ഇവരൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? 3 കിട്ടൊന്നും കൊടുക്കാൻ വേണ്ടത്. എന്താ ഇത് പ്രിയ? എന്നാ നീ തല്ലടി, അതൊന്നും എനിക്ക് കാണണമല്ലോ. എന്താ നിങ്ങൾ രണ്ടുപേരെ കാണിക്കുന്നത്? ഇത് അമ്പലോ? ഇവിടെ ഇങ്ങനെ വേളം വെക്കാൻ പാടുണ്ടോ? പ്രിയേ, നിന്റെ ഡ്രസ്സല്ലേ, ആ ഞാൻ കഴുകി തന്നോളാം. വാ വാ ചേച്ചി, ചേച്ചി പോയിക്കോ. വാ. അങ്ങനെ ഇപ്പൊ പോണ്ട. ചേച്ചി കഴുകി തരാൻ വേണ്ട, ഇവര് കഴുകി തന്നിട്ട് പോയാ മതി. പിന്നെ നിന്റെ ഡ്രസ്സ് കഴുകൽ മാത്രമല്ല, കുളിപ്പിച്ചു കൂടി തരാം. വേണോ നിനക്ക്? എന്താ കുളിപ്പിക്കും നിങ്ങള്? മതിയാക്ക്. ഞാൻ ശ്യാമ മേഡത്തിനെ തെരഞ്ഞിട്ട് കാണുന്നുമില്ല. അതിന്റെ ഇടയിലാ നിന്റെ ഈ പ്രശ്നം. എന്നെ ആരെങ്കിലും ചീത്ത പറയുന്നതും ചേച്ചിക്ക് പ്രശ്നമല്ലല്ലോ. ചേച്ചിക്ക് ഇപ്പോഴും ശ്യാമ മേഡം തന്നെ. നീ ഒന്നിങ്ങ് വന്നേ. വാ. എവിടെ വരുന്നു ഇതൊക്കെ? ശ്യാമി, മോളിവിടെ ഉണ്ട്. തിരിഞ്ഞു നോക്കല്ലേ.
കാണും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. വാ വാ. പോട്ടെ. നീ വഴക്കിടുമ്പോ അവിടെ ശ്രീകോവിലിന്റെ നടയിൽ നിന്നില്ലേ, അതാ ശ്യാമ മാഡം എന്ന് എനിക്ക് തോന്നുന്നത്. മാഡം പോയോ എന്തോ. വാ വാ വാ. അമൃത മാഡം. അമൃത മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞല്ലോ ശ്യാമ മേടത്തെ തെരയുന്നത്. ഇനിയെങ്കിലും പോവാമോ? ചേച്ചിയുടെ തിക്കും തിരക്കും കാരണം ഞാൻ ആ പെണ്ണുപിള്ളയുടെ വഴക്കും ഉണ്ടാക്കി. ഞാൻ കാരണമാണോ നീ വഴക്കുണ്ടാക്കിയത്? നീ വഴക്കുണ്ടാക്കിയ കാരണം എനിക്ക് ശ്യാമ മാഡത്തിനെ കാണാൻ പറ്റാണ്ട് പോയത്. രാധിക മോൾ എന്നെ കണ്ടൂന്നാ തോന്നുന്നു. അത് ചിലപ്പോ ഏട്ടത്തിക്ക് വെറുതെ തോന്നിയതായിരിക്കും. രാധിക മോളാ? ഓ, എടുക്കെടുക്ക, അല്ലെങ്കിൽ അവൾക്ക് സംശയം. ഹലോ രാധിക മോളെ. ആ, അമൃത മാഡത്തിനെ ഞാനിപ്പോ കണ്ടല്ലോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നേ. അതെ, അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ടെന്തേ മോൾ അടുത്തേക്ക് വരാതിരുന്നത്? കാറിൽ കയറാൻ പോകുമ്പോഴാ ഞാൻ കണ്ടേ. ഞാൻ വിളിച്ചിട്ട് മാഡം കേട്ടുമില്ല. അയ്യോ മോളെ, സോറി. ആ, അമൃത മാഡം ശ്യാമ മാഡത്തിനെ കണ്ടിരുന്നോ? ഇല്ല. അയ്യോ, ശ്യാമ മാഡം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ശ്യാമ മാഡം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ കാണാൻ വേണ്ടി ഓടി വന്നേ. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല. എന്താന്നറിയില്ല, എപ്പോ ശ്യാമ മാഡത്തിനെ കാണാൻ തോന്നിയാലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. അതെന്താന്നറിയോ? വലിയ വലിയ ആഗ്രഹങ്ങള് പെട്ടെന്ന് നടക്കാൻ പാടില്ലല്ലോ. അപ്പോഴല്ലേ കണ്ടുമുട്ടുമ്പോ അതിൻ്റെ ഒരു രസം. ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. ശ്യാമ മാഡത്തിനെ കാണുമ്പോ എന്താ പറയാ, സ്നേഹത്തോടെ സംസാരിക്കോ, എന്നോട് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ട, ദൈവത്തെ പോലെ ഇഷ്ട. രാധിക മോളിനെ എങ്ങോട്ട് പോവാ? ആ, ഞാൻ എൻ്റെ അനിയത്തെയും കൂട്ടി കണിമംഗലത്തേക്ക് പോവാ. അവളെ അവിടെ ആക്കാൻ വേണ്ടിട്ട്. ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയിക്കോട്ടെ മോളെ. എന്താ ചേച്ചി? ഞാൻ ശ്യാമ മാഡത്തിനെ കണ്ട കാര്യം അമൃത മാഡത്തോട് പറയായിരുന്നു. അവര് തമ്മിലും കണ്ടില്ലാന്ന്. നഷ്ടായിപ്പോയി. ഇനി പോവാമോ നമുക്ക്? വാ.
മോൾ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കൊതി തോന്നുക ഏട്ടത്തി. എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞവളെ കൂടെ നിർത്താനായിട്ട്. അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. വളർത്തി വലുതാക്കിയ അമ്മയോട് രാധിക മോൾക്ക് വല്ലാത്ത സ്നേഹം. പെറ്റമ്മയോട് അത്രയും സ്നേഹമുണ്ടോ അതോ ഇഷ്ടക്കുറവാണോന്നറിയില്ല. ആ, അതും ശരിയാ. അതറിഞ്ഞിട്ട് മതി. പതുക്കെ പതുക്കെ ദൈവം തന്നെ കൂട്ടിച്ചേർക്കട്ടെ. ദാ. ഇറങ്ങി വാ. വാ. നിക്ക്. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? വരുൺ, ദേ വേണ്ട രാധിക. തന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരാളോട് പൊറുക്കാൻ തനിക്ക് കഴിയുമായിരിക്കും. പക്ഷെ എനിക്കും എന്റെ കുടുംബത്തിനും അതൊന്നും കഴിയില്ല. വരുൺ. ദേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെയും കൂട്ടി ഇവിടെ വരാൻ കാണിച്ച ഇയാളുടെ മനസ്സുണ്ടല്ലോ, അത് നിനക്കൊരിക്കലും മനസ്സാവില്ല. കാരണം രക്തബന്ധമായാലും കൂടപ്പിറപ്പായാലും കൊല്ലാൻ മടിക്കാത്തവളാ നീ. അത് കഴിഞ്ഞിട്ട് കരയാനും ചിരിക്കാനും ഒക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോയിക്കോ രാധിക. എനിക്ക് അച്ഛനെ കാണണം, മുത്തശ്ശിയെ കാണണം, അല്ലാതെ ഞാൻ പോവില്ല. ദേ രാധിക, ഇവിടെയും വിളിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത്. പ്രിയ ഇങ്ങോട്ട് വരുന്നില്ലെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാനാ ഇവളെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. അത് ഈ കുടുംബത്തിനോട് എനിക്കുള്ള വിശ്വാസം. അച്ഛാ, ഞാൻ കോടതിയിൽ കയറി പ്രിയങ്കയ്ക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ കൃത്യമായ ബോധ്യമല്ലാതെ അവരോളെ വിടൂ. മുത്തശ്ശി, പ്രിയ അവർക്ക് പണം കൊടുത്തു എന്നുള്ളത് സത്യ. അത് അവർ സഹായമായിട്ട് ചോദിച്ചിട്ടാ. പക്ഷെ അവര് കേസിൽ പെടുന്നു വന്നപ്പോ പ്രിയങ്കയുടെ പേരവര് പറഞ്ഞതാ. കണിമംഗലത്തുകാര് പ്രിയങ്കയെ രക്ഷപ്പെടുത്തുമ്പോ അക്കൂട്ടത്തിൽ അവർക്കൂടി രക്ഷപ്പെടാന്ന് തോന്നില്ല. ഈ കഥകളൊക്കെ നിങ്ങളെല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ചാണോ അതോ ഈ ക്രിമിനൽ തന്നെ പറഞ്ഞാണോ? ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കാലിൽ വീണ് ഇറക്കാനേ പറ്റൂ. പ്രിയയിൽ നിന്ന് ഇനിയൊരു തെറ്റുണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരാം. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിനെ അവള് കാണിച്ച ഞാനോ അച്ഛനോ ഞങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളോ ഒരിക്കലും ഇങ്ങനെ വന്ന് കെഞ്ചില്ല. ഏട്ടാ, അനിയത്തി എന്നല്ല എന്നെ വിളിക്ക. ഏട്ടന്റെ പെങ്ങളല്ലേ ഞാൻ. എന്റെ അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്ന ഞങ്ങളുടെ കുടുംബം പിന്നെ ബാക്കിയുണ്ടാവില്ല. എന്റെ അച്ഛനാണിപ്പോ സാറിന്റെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അച്ഛൻ ഈ കാല് പിടിക്കുമായിരുന്നു. അച്ഛന് പകരം ഞാൻ. അയ്യോ, എന്താ കുട്ടി കാണിക്കുന്നേ? നിന്റെ നന്മയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരിക്കലും ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല. പക്ഷേ
അമ്മേ, രാധിക മോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മളത് കേൾക്കാതിരിക്കുന്ന എങ്ങനെയാ? അമ്മേ, ദേ, എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെ ഇനി ഈ വീടിനകത്തേക്ക് ഇവളെ വിളിച്ച് കയറ്റുകയാണെങ്കിൽ ഞാനുമായിട്ട് അവൾക്കൊരു ബന്ധം ഉണ്ടാവില്ല. വരൂ. മുത്തശ്ശി, എനിക്ക് നിങ്ങളെല്ലാവരും ഇഷ്ടം. എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം. അതൊക്കെ എന്റെ വലിയ ആഗ്രഹം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. പരമേശ്വര, അവരകത്തേക്ക് കയറട്ടെ. വിളിച്ചുകൊണ്ട് പോ ഇവളെ. എല്ലാത്തിനും മാപ്പ്. ഇനി എന്നിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല.